ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബഹിഷ്കരിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലെ LED ട്യൂബ് ലൈറ്റുകൾ തല്ലിപ്പൊട്ടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹായ് ഗൈസ്, അഴിച്ചുപണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് നമ്മൾ LED ട്യൂബുകളെക്കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു. കുറേ അധികം LED ട്യൂബുകൾ നമ്മൾ മേടിച്ചിട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് എന്താണ് എത്രയൊക്കെ പവർ എടുക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ കണക്കാക്കി വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഈ LED എല്ലാം ഓവർ ഡ്രൈവ് ചെയ്തിട്ട് പെട്ടെന്ന് ചൂടായിട്ട് അടിച്ചു പോകുന്നതാണെന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മാക്സിമം ലൈഫ് കിട്ടാത്തതെന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഏറ്റവും കുറവ് പവറിൽ, അതായത് ഒരു 13 വാട്ട്സ് 10 വാട്ട്സ് LED കത്തിക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മളത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കാണാത്തവരിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ലിങ്ക് ഇവിടെ വരും. കപ്പാസിറ്റർ ഇടുന്ന വീഡിയോയിൽ ഞാൻ പവർ ഫാക്ടറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് കണ്ടീഷനിൽ 980 സംതിങ് ആണ് പവർ ഫാക്ടർ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഓൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഫാക്ടർ 500 താഴെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ വരാതെ നമുക്കൊരു മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ നമുക്ക് വില്ലനായിട്ട് വന്നത് നമ്മുടെ കയ്യിൽ റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ല, ലോക്ക്ഡൗൺ ആണെന്ന് റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മളത് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയ്ക്കുള്ള പരിപാടികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിധിപ്പെട്ടി എനിക്ക് കിട്ടി. ഈ നിധിപ്പെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോർട്ടഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയും. ഇത് പല എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും ഇത് മേടിക്കാൻ കിട്ടും. അതായത് പല പല വാല്യൂസിൻ്റെ ഇലക്ട്രോണിക് റെസിസ്റ്റേഴ്സ് ഉള്ള ഒരു പെട്ടി. അപ്പോൾ ആ ഒരു സംഭവം എനിക്കിന്ന് കൈ കിട്ടി. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 3.3 ഓംസിൻ്റെ റെസിസ്റ്ററുണ്ട്, 10 ഓംസിൻ്റെ റെസിസ്റ്ററുണ്ട്, അങ്ങനെ പല വാല്യൂസിൻ്റെ റെസിസ്റ്ററുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററുകൾ വെച്ചിട്ട് നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വാട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം, എന്തോരം LED ചൂടാവുന്ന എന്തോരം കൺട്രോൾ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബിഫോർ മോഡിഫിക്കേഷൻ നമ്മുടെ ലൈറ്റ് എടുക്കുന്നത് 0.072, അതായത് 72 മില്ലിയാമ്പിയറാണ് നമ്മുടെ ലൈറ്റ് എടുക്കുന്നത്. 16 വാട്ട്സാണ് ഇവിടെ പവർ കാണിച്ചിരിക്കുന്നത്. 16.9 വാട്ട്സാണ് ഇപ്പോൾ പവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡിൽ 2 റെസിസ്റ്ററുകൾ കാണാം. ഇത് 7th പിന്നാണ്. ICയുടെ 7th പിന്നിലേക്ക് 2 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 2R02യും പിന്നെ 2R05ഉം ആണ്, 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം നമ്മൾ എടുത്ത് കളയാൻ പോവുകയാണ്. നമ്മൾ 2R20 എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ ഇത് കൂടുതൽ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതേമാതിരി ഒരു കട്ടർ എടുക്കുക. കട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, പ്രോമിസിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റർ നമ്മൾ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനമില്ല. ഇതിൻ്റെ ഡെബ്രി കംപ്ലീറ്റ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടേ. കാണുന്നവനിപ്പോൾ പലർക്കും സംശയമുണ്ട്, ഇവനെന്താണ് പ്രാന്താണോ കണ്ട റെസിസ്റ്റർ കൂടെ കട്ട് ചെയ്ത് കളയണം എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICയിൽ കാണാൻ 9773 SI എന്ന് പറഞ്ഞ കമ്പനിയുടെ IC ആണ്. ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബഹിഷ്കരിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലെ LED ട്യൂബ് ലൈറ്റുകൾ തല്ലിപ്പൊട്ടിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ LED ട്യൂബും യൂസ് ചെയ്യുന്ന ഈ ഒരു സെയിം IC ആണ്. SIC 977 എന്ന് പറയുന്ന സീരീസുള്ള IC ആണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഷെൻജൻ SI സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ICയുടെ ഡാറ്റ ഷീറ്റിൽ നമ്മൾ നോക്കുന്നത് SIC 977XB എന്നാണ്. നമ്മൾ 9773 ആണ്. അപ്പോൾ ആ പല സീരീസിലുള്ളതിൽ 3 എന്ന് പറയുന്ന സീരീസുള്ള IC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. SIC 977XB ഈസ് എ ഹൈ പ്രിസിഷൻ LED കോൺസ്റ്റൻറ്റ് കറണ്ട് കൺട്രോൾ ചിപ്പ് ആൻഡ് IC യൂട്ടിലൈസസ് ക്വാസി റെസണൻറ്റ് QR ബക്ക് ടോപ്പോളജി ആൻഡ് ആക്റ്റീവ് PFC കൺട്രോൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിലും പറയുന്നുണ്ട് ആക്റ്റീവ് PFC ആൻഡ് ഹൈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ സാമ്പിൾ സർക്യൂട്ടിലേക്ക് പോകാം. സാമ്പിൾ സർക്യൂട്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻ നമ്പർ 1 നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററാണത്. അത് നമ്മുടെ കയ്യിൽ 220K എങ്ങാണ്ടാണ് കിടക്കുന്നത്. ഈ ഐസൻ എന്ന് പറയുന്നതിലും ഒരു റെസിസ്റ്റർ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാം. ഇത് നമ്മുടെ കയ്യിൽ കിടന്നിരുന്നത് 1.06 ഓംസ് ആണ്. 1.06 ഓംസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.05 ഓംസും 2.2 ഓംസും തമ്മിൽ പാരലൽ ചെയ്തിട്ടേക്കാണ്.
അപ്പോൾ എന്താണ് പാരലൽ റെസിസ്റ്റൻസ് എന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. രണ്ട് റെസിസ്റ്ററുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു വയ്ക്കുന്നത്, രണ്ട് കാലും തമ്മിൽ കൂട്ടി പിരിച്ചു വയ്ക്കുന്നതിനാണ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ഇത് ഓൾ അബൌട്ട് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സൈറ്റിൽ കിടക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുലയൊക്കെ നോക്കി കണ്ടാലും പേടിക്കണ്ട, അതൊക്കെ പണ്ടായിരുന്നു. ഒരു 80-90 കാലഘട്ടങ്ങളിലായിരുന്നു നമുക്ക് ഫോർമുലയൊക്കെ കാണാപ്പാഠം പഠിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഗൂഗിളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുലകളെല്ലാം ഓരോരുത്തർ ഒരു ടൂളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ നമ്മുടെ ട്യൂബ് ലൈറ്റിലുള്ള ട്യൂബിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. R1ൻ്റെ വാല്യൂ വരുന്നത് 2.05 ആയിരുന്നു. R2ൻ്റെ വാല്യൂ 2.2 ഓംസ് ആണ്. ആ 2.2 ഓംസ് ആണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞത്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് 1.06 റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ 2.2 കട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 3.3 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 3.3 ആകുമ്പോഴത്തേക്കും ടോട്ടൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് 1.26 ആയി. അപ്പോൾ 0.2 ഓംസ് കൂടിയിട്ടുണ്ട് നമ്മളിടുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തതാണ്. നമുക്ക് വലിയ മാർജിനില്ല. ഈ 2.05 ഓംസിൽ നമ്മുടെ LED കത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ട മാർജിൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 റെസിസ്റ്റർ ഇടുകയാണ്. 2.05 ഇവിടെ ഉണ്ട്. നമ്മൾ എന്നിട്ട് 2 10 ഓംസിൻ്റെ റെസിസ്റ്ററാണ് വീണ്ടും പാരലായിട്ട് ഇടുന്നത്. അങ്ങനെ മൊത്തം 3 റെസിസ്റ്ററാണ് പാരലായിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു 1.45 ഓംസിൽ നമ്മൾ അത് ക്യാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. റെസിസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫോർമുലയും കൂടെ എന്താണെന്ന് നോക്കാം. ആസ് പെർ നമ്മുടെ ഡാറ്റ ഷീറ്റ് അതിൻ്റെ ഫോർമുല എന്താണ്. അപ്പോൾ ഡാറ്റ ഷീറ്റിൽ നമ്മുടെ പേജ് 4 എങ്ങാണ്ടാന്ന് തോന്നുന്നു. പേജ് നമ്പർ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പേജ് ഉണ്ട്. നിങ്ങൾ കോൺസ്റ്റൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ILED ഈക്വൽസ് VISN ബൈ RISN എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേർ VISN ഈക്വൽസ് 200 mV ടിപ്പിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. RISN ഈസ് ദ സെൻസിങ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാല്യൂസ് ഒന്ന് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 200 mV ഓൾറെഡി ഡാറ്റ ഷീറ്റ് തന്നതാണ്. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് 1.6 ഓംസിൻ്റെ റെസിസ്റ്ററാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 188 mA ആണ് നമ്മുടെ LED എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കൊടുത്തിരിക്കുന്നത് അനുസരിച്ചിട്ട് 200 mV ഓൾറെഡി അവിടെ ഉണ്ട്. 1.45 ഓംസിൻ്റെ റെസിസ്റ്ററാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 137 mA ഓരോ LEDക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫിനിഷ് പ്രോഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 2 10 ഓംസിൻ്റെ റെസിസ്റ്റൻസ് പാരലായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ICയുടെ പിൻ നമ്പർ 1 ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ 220 ഓംസിൻ്റെ റെസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിൻ നമ്പർ 7ലേക്ക് നമ്മൾ 10 ഓംസിൻ്റെ 2 റെസിസ്റ്റർ പാരലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞി പാഡിൽ തന്നെ ഇത് കണക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഇത് ഗ്രൗണ്ടിലേക്കാണ് ടൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കാലിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കാലിലേക്കോ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് SMD കമ്പോണൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഒരു 5 ഓംസിൻ്റെ റെസിസ്റ്റർ എടുത്ത് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞ റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിനി 2.05 ഓംസിൻ്റെയും 3.3 ഓംസിൻ്റെയും പാരലൽ കോമ്പിനേഷൻ വെച്ച് എത്ര പവർ എടുക്കുന്നുണ്ടെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 13.98 വാട്ട്സാണ് എടുക്കുന്നത്. അതായത് 14 വാട്ട്സിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 987. അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ പവർ ഫാക്ടർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 17 വാട്ട്സിൽ നിന്ന് നമ്മൾ 14 വാട്ട്സിലേക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3.3 ഓംസ് വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇതിപ്പോൾ വന്നിരിക്കുന്ന 10 ഓംസിൻ്റെ 2 റെസിസ്റ്റർ പാരലായിട്ട് ഇട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ 11.85 വാട്ട്സ് ആണ്. അപ്പം പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു സ്വീറ്റ് സ്പോട്ട് അത് ഏതാണ്ട് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LEDയും അതേമാതിരി കമ്പോണൻസും ഓവർ ഹീറ്റ് ആവില്ല. പിന്നെ അതേപോലെ കണ്ട റെസിസ്റ്ററൊന്നും നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ 10 ഓംസിൻ്റെ റെസിസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1.7 ഓംസ് വരും. അപ്പോൾ ഇത് കണ്ടോ, ഇതേമാതിരി ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മിനിമം നമുക്ക് 1.06 ഓംസും മാക്സിമം നമുക്ക് 1.6 ഓംസും അസ്യൂം ചെയ്യാം. ഇനി നമ്മുടെ ലൈറ്റ് കമ്പാരിസൺ ആണ്. ഏറ്റവും ടോപ്പിൽ കാണുന്നത് 1.45 ഓംസ്, അത് ഏറ്റവും ലോവസ്റ്റ് ബ്രൈറ്റ്നസ്സിലുള്ളതാണ്. പിന്നെ വരുന്നത് നടുക്ക് വരുന്നത് 1.26 ഓംസിൻ്റെയാണ്, അത് മീഡിയം ബ്രൈറ്റ്നസ് ആണ്. 1.06 ഓംസ് ഏറ്റവും ലാസ്റ്റ്, അത് സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് മൂന്നും കമ്പയർ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വാട്ട്സ് ഓരോന്നും എടുക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മോഡിഫിക്കേഷൻ വരുത്തുന്നതോടുകൂടെ നമ്മുടെ LED ട്യൂബിന് 3 ഗുണങ്ങളാണ് വരുന്നത്. ഒന്ന്, അത്യാവശ്യം ഒരു 60-70 ഡിഗ്രി വരെയൊക്കെ ചൂടായിക്കൊണ്ടിരുന്ന വെച്ചാൽ LED ഇപ്പോൾ വെറും 40 ഡിഗ്രിക്ക് താഴെ ചൂടാവുന്നുള്ളൂ. 40 ഡിഗ്രി ശരിക്കും LEDയുടെ ജംഗ്ഷൻ മാക്സിമം ടെമ്പറേച്ചർ 70 വന്നു കഴിഞ്ഞാൽ LED അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ടെമ്പറേച്ചർ എന്തോരം കുറയുന്നോ അതിനനുസരിച്ചിട്ട് LEDയുടെ ലൈഫ് കൂടുതൽ കിട്ടും.
അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 40-നും 45-നും ഇടയ്ക്കാണ് ഈ LED-യുടെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അത് വളരെ നല്ലൊരു ടെമ്പറേച്ചറാണ്. LED-യുടെ ലൈഫ് കൂട്ടാൻ എന്തായാലും അത് സഹായിക്കും. അതേമാതിരി തന്നെ മൊത്തത്തിൽ നമ്മുടെ ട്യൂബ് ലൈറ്റ് വളരെ കുറവ് പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കറണ്ട് ബില്ലും എന്തായാലും ലാഭിക്കാൻ പറ്റും. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു ചെറിയ രീതിയിൽ ഡിമ്മാവുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സാധാരണ, അതായത് നമ്മൾ ഈ ട്യൂബുകളൊക്കെ വെച്ച് ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും കുറയുന്ന അത്ര മാത്രമേ എനിക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തുള്ളൂ. അപ്പം വലിയ ഒരു ചേഞ്ച് വരുന്നില്ല. ഇനി അഥവാ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ തന്നെ 2 ട്യൂബ് ലൈറ്റ് ഇട്ട് ഈ സെറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ട്യൂബിൻ്റെ കറണ്ട് എടുക്കുള്ളൂ. പക്ഷേ ഈ 2 ട്യൂബിൻ്റെയും ആയുസ് എന്ന് പറയുന്നത് ശരിക്കും 10-15 കൊല്ലമൊക്കെ ശരിക്കും നിൽക്കേണ്ടതാണ് ആസ് പെർ ദ കണ്ടീഷൻ. പിന്നെ നമ്മുടെ KSEBയുടെ ഇതൊക്കെയാണ്. എവിടെയെങ്കിലും മിന്നലൊക്കെ അടിച്ച് LED ട്യൂബ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സർക്യൂട്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തത്തിലുള്ള ലോഡ് ഹാൻഡ്ലിങ് എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തിയറിറ്റിക്കലി പറഞ്ഞാൽ ഓൺ പേപ്പർ നമ്മുടെ ട്യൂബ് ലൈറ്റ് ശരിക്കും ഒരു 10-15 കൊല്ലം എങ്ങനെ വന്നാലും വർക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അത്യാവശ്യം നല്ല റിസർച്ചൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ റിസർച്ചിന് എടുത്ത എഫേർട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ദയവേത് നിങ്ങളുടെ അടുത്ത് ഒരു അപേക്ഷയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. അതേമാതിരി ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉപയോഗമുള്ള തരത്തിലുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ആര് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്ത് വിടാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവേത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതേമാതിരി തന്നെ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് നമ്മൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.